ഹലോ ചങ്കുകളെ, ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വീടുണ്ട്, ഈ കാണുന്ന വീടിൻ്റെ ഫുള്ള് സെറാമിക്കിൻ്റെ ഫ്ലാറ്റോട് വിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പം അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു വീടാണ്. അപ്പം ഇതിൻ്റെ മൊത്തം വർക്ക് ചെയ്യാനുണ്ട്. കുറച്ചധികം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ചുഴുകോടിയും എല്ലാം വരുന്ന ഒരു വർക്കാണ്. അപ്പം 2 തട്ടായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, മെറ്റീരിയലെല്ലാം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. മെറ്റീരിയൽ ഇറക്കി പ്രൈമർ അടിക്കലാണ് ആദ്യത്തെ ഇതിൻ്റെ പരിപാടി. മഴ കാരണം നല്ലോണം ബുദ്ധിമുട്ടിയ ഒരു വർക്കായിരുന്നു പ്രാവശ്യത്തെ നമ്മുടെ. അപ്പം പിന്നെ തുടങ്ങുമ്പം മഴ, പിന്നെ ഇടക്ക് മഴ തന്നെ മഴ കുറഞ്ഞ ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ ഒരു വർക്കായിരുന്നു ഇത്. അപ്പം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വർക്ക്. അവിടെ 2 ചുഴുകോടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ പുതിയ വീടൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേജിൽ. അപ്പം അത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ അപ്പം നമുക്ക് ഈ വീട്ടിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത് ഈ ആ ഏരിയ കണ്ടോ, അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. അത് മൊത്തം കോടിയായിട്ട് ചെയ്യും. പിന്നെ ടോപ്പ് ഏരിയ അത് 4 കോടിയായിട്ട് ചെയ്യുന്ന ഒരു ഏരിയ. പിന്നെ ഈ സെൻറ്ററിൽ കാണുന്നത് ഒരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ അത് 2 സൈഡിലോട്ട് ആനവാനായിട്ടുള്ള ഒരു പരിപാടി. പിന്നെ അങ്ങേണ്ടി കാണുന്നത് പിന്നെ ഒരു പോർച്ചാണ്. അതിന് 4 സൈഡിലോട്ട് അല്ല 4 സൈഡിലോട്ട് കോടിയായിട്ട് സെറ്റപ്പ് ആക്കാൻ ചെയ്യുന്നത്. പിന്നെയുള്ളത് ഈ സ്റ്റാർട്ടിങ് ഏരിയ ആണ്. അവിടെയാണ് കുറച്ചധികം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കഴുപ്പുകളൊക്കെ അടിച്ച് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സൈഡിലും തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള സിറ്റ് ഔട്ട് വരുന്ന ഭാഗത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി സിറ്റ് ഔട്ട് വരുന്ന ഭാഗമാണ്. 2 സൈഡിലോട്ട് ചേരിച്ചങ്ങ് ചെയ്താൽ മതിയല്ലോ ആനവാൻ. പിന്നെ ഉള്ള ടോപ്പ് റൂഫിങ് നല്ല ഏരിയ വരുന്നുണ്ട്, കാരണം 2 നിലയുടെ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പം അത് ഫുൾ ഏരിയ ചെയ്യാണ്ട് അത് 4 കോടിയായിട്ട് വരും. അതും കുറച്ച് പണിയുണ്ട്, കുറച്ച് ഏരിയ വരുന്നുണ്ട്. അധികം പണി ഉണ്ടെന്നല്ല, നല്ല ഏരിയ വരുന്നൊരു വർക്കാണ്. പിന്നെ ഇതുപോലത്തെ റൂഫിങ് വർക്കുകളൊക്കെ ചെയ്യുമ്പം പിന്നെ പരമാവധി വാർപ്പൊക്കെ നനയാതെ കണ്ടീഷനിലേക്ക് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ചില വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഷോയ്ക്ക് വേണ്ടി മാത്രം ഫ്രണ്ട് സൈഡൊക്കെ പിന്നെ ഓടെല്ലാം ചെയ്ത് ഡിസൈൻ ആക്കിയിട്ട് അപ്പം ഫ്രണ്ടിലോട്ട് എന്നിട്ട് വെള്ളം നനഞ്ഞ് വരികയും ചെയ്യും. അപ്പം ഫ്രണ്ടിൽ ഷോ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക പരമാവധി. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫുൾ ഏരിയ തന്നെ കവറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഫുള്ള് വർക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നമുക്കത് എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് കൊള്ളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം പട്ടിക അടിക്കുന്ന വരെയുള്ള വർക്ക് അതിൻ്റെ അകത്ത് ഉള്ളൂ. അതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്ത് വെക്കുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോകളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏകദേശം കഴുക്കോലെല്ലാം അടിച്ച് ഫില്ലായിട്ടുണ്ട്. അപ്പം ഇതിന് ഫ്രണ്ടിലെ ആ ഒരു പോർച്ചിൻ്റെ ഏരിയ, പോർച്ചല്ല സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിൽ മാത്രമേ നമ്മൾ കഴുക്കോലടിക്കാൻ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞോടെ പിന്നെ പട്ടികയുടെ പണിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർക്കിൽ നമ്മളെ പ്രതികൂലമായി ബാധിച്ച മെയിൻ ഘടകം മഴ തന്നെയാണ്. മഴ കാരണം പകുതി സമയം വർക്ക് നടക്കുന്നില്ല. അപ്പം പെട്ടെന്ന് തീർക്കേണ്ട വർക്കായതുകൊണ്ട് നമുക്ക് ലീവാക്കി അങ്ങനെ വേറെ സ്ഥലത്ത് പോകാനൊന്നുള്ള ഒരിതുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കുകൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം പിന്നെ ഇതുപോലുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാൻ പഠിക്കേണ്ട, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബാക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുക.